നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറയും. മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ യു ഗൈസ് വിൽ നോ ഹു ഐ ആം. ലേഡീസിന് ഏറ്റവും കംഫർട്ടായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ അത് നമ്മുടെ അരീക്കോടിലെ എംപവറിലാണ് ഞാനില്ല. അപ്പൊ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ നോക്കില്ലേ. നമ്മളെ ലേഡീസിന് ഏറ്റവും കംഫർട്ടായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ എംപവർ കേട്ടോ. കാരണം ഇവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, ഓണേഴ്സ് ആയിക്കോട്ടെ, എല്ലാം ലേഡീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കംഫർട്ടായ രീതിയിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ വരുന്ന ഓരോ ക്ലയന്റിനും റിസൾട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, വെയിറ്റ് ലോസിനും ബോഡി ഫിറ്റ് ആവാനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മളെ എംപവർ കേട്ടോ. എംപവറിൽ വന്നിട്ട് എത്രയായി? ഞാൻ 1.5 മാസമായി വന്നിട്ട്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ 9 കിലോ കുറഞ്ഞിട്ടുണ്ട്. 9 കിലോ 1.5 മാസം കൊണ്ട് 9 കിലോ കുറഞ്ഞു. ട്രെയിനേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ട്രെയിനേഴ്സ് ആണ്, മാനേജേഴ്സ് ആണ്, എല്ലാവരും നല്ല കോപ്പറേഷൻ ആണ്. നല്ല ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ട്. വർക്കൗട്ട് അത്യാവശ്യം തരുന്നുണ്ടോ? നല്ല വർക്കൗട്ട് ഉണ്ട്. ഈ ഒരു ജിമ്മിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഞാൻ ആക്ച്വലി എന്റെ ബോഡി ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനിങ്ങനെ എന്റെ അടുത്തുള്ള ലേഡീസ് ജിമ്മ് കുറെ അന്വേഷിച്ചു. അപ്പൊ എനിക്ക് എംപവർ നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇവിടുത്തെ റിവ്യൂസ് ആയിക്കോട്ടെ, ഇവിടുത്തെ ട്രെയിനേഴ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ഭയങ്കര കംഫർട്ട് ആയിട്ട് ചെയ്യാൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ജിമ്മ് ചൂസ് ചെയ്തത്. ഞാൻ പറയുന്നതിനായിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യായില്ലേ? കാരണം ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ട് അത്ര റിസൾട്ട് ഉള്ള ക്ലയന്റ് ആണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല റിസൾട്ട് ഓറിയന്റഡ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും എംപവറിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താ അറിയോ? രാവിലെ 6 മണിക്ക് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 7 മണി വരെ നമ്മുടെ എംപവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും കേട്ടോ. നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യുന്നതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നല്ലേ? നമ്മുടെ അരീക്കോട് YMA ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ.